എന്റെ സംഗീതയും സാവിത്രിയും ഇന്നു മുതൽ ഞാനങ്ങടെ ഏൽപ്പിക്കുക. ഗീതു അവർക്ക് വെറും നാത്തു മാത്രമല്ല, അമ്മ, സഹോദരി, ഏട്ടത്തി, കൂട്ടുകാരി ഒക്കെ ആയിരിക്കണം. ആയിരിക്കുന്നറിയാം. പാല് തണുക്കുന്നു. ഓ സോറി, ഞാനതങ്ങ് മറന്നു. ആദ്യ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത്. കുടിച്ചോ. എനിക്ക് വേണ്ട, ഞാൻ പാല് കുടിക്കില്ല. അല്ല, ആദ്യ രാത്രി ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി? അത് സാരില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. കറക്റ്റ്, ഗീതു പറഞ്ഞാൽ ശരി. ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കുടിക്കുന്നതിലല്ല, അയാളെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നതിലാണ് സ്നേഹം. കുടിക്കട്ടെ. ഇനി ലൈറ്റ് അണയ്ക്കണം, കിടക്കണം. എന്താ അതിലും വല്ല വ്യത്യാസമുണ്ടോ? ഇനി ചേഞ്ച്? ഇടുക്കിയിൽ ഭൂമി കുലുക്കം, മലവെള്ളപ്പാച്ചിൽ വൻ നാശനഷ്ടങ്ങളുണ്ടായി. ചായ. മിടുക്കി. അതിരാവിലെ ഭർത്താവിന് ഒരു കപ്പ് ചായ കൊണ്ട് തരാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. ഭാര്യമാരായാൽ അങ്ങനെയാ വേണ്ടത്. സന്തോഷായി. ഇന്നലെ ബാക്കി പാല് നിരസിച്ചപ്പോ ഒരല്പം വിഷമം തോന്നി. തണ്ടല്പം കൂടുതലല്ലേന്നൊന്നും സംശയിച്ചു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിട്ടോ. രാവിലെ കുളിച്ച് ഈറൻമുടിയിൽ തുളസിക്കതിരും ചൂടി ചന്ദനക്കുറിയും ചാർത്തി കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി എന്റെ മുന്നിൽ അവതരിച്ചു നിൽക്കുന്ന മലയാള തനിമയുള്ള സുന്ദരി ഗീതാ റാണി, നിനക്ക് സ്വാഗതം. നിങ്ങളോ? ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചിലിങ്ങനെ. എല്ലാം കേട്ടു. സഞ്ജീവൻ ഐപിസിന്റെ പ്രേമ സാഹിത്യം കലക്കി കേട്ടോ. അപ്പൊ എടുത്തിന്നലെ ബാക്കി പാല് കുടിച്ചില്ലല്ലേ? എന്താ എന്താ എത്ര ചിരിക്കാൻ? ജോക്ക് വല്ലതാണെങ്കിൽ ഞാനും കൂടി കേക്കട്ടെ. അല്ല, ഞങ്ങൾ ചായ ഉണ്ടപ്പം ഏടത്തിയാണ് ധരിച്ച്. ഏട്ടൻ കൊറേ ഡയലോഗ്. ഏട്ടത്തി ഒന്ന് കേൾക്കണമായിരുന്നു. നല്ല സാഹിത്യം. അതാണോ കാര്യം? ഇതുവരെ നിങ്ങളെ സഹോദരനും സഹോദരിമാരും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നിരിക്കാം. പക്ഷേ ഇനി മുതൽ വൈഫിന് എവിടെ സ്ഥാനം, അത് മറക്കരുത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. അല്പം പ്രൈവസി ഒക്കെ വേണം. എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ സഞ്ജു? ദൈവമേ, സാധാരണ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നതാ പതിവ്. ഇവള് പുരയിടിച്ച് നിരത്തുവോ? എന്താ ഗീതു ഇങ്ങനെയൊക്കെ? അവര് കുട്ടികളല്ലേ. എന്താ പേടിച്ചു പോയോ? ഇതാ ഗീതു. ഞാനൊരു തമാശ പറഞ്ഞത് എന്റെ കുട്ടികളെ. ഡോണ്ട് ബി സില്ലി. ഇത് ഗീതുന്റെ ഒരു നമ്പരാ. ഇതുപോലെ ഒരുപാട് നമ്പറുകൾ ഇനി ഉണ്ടാവുമോ? എന്താ ഗീതു, എന്തു പറ്റി? എന്തോന്നും മിണ്ടാത്തത്? ഹേയ്, നത്തിങ്. അതല്ല, എന്തോ ഉണ്ട്. ടൂർ പ്ലാൻ ചെയ്യുമ്പോ താൻ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. ഞാൻ ഹാപ്പി അല്ലെങ്കിലും പിറകിലിരിക്കുന്ന രണ്ടുപേര് ഭയങ്കര ഹാപ്പിയാ. He is our DGP's guest, Police Commissioner from Kerala. Good morning, sir. Good morning. Oh, you are four of you? Yeah, 4. I am sorry, you have booked only one room. അങ്കിൾ ഒരു മുറിയെ ബുക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു റൂം പോരെ? സഞ്ജുവിന്റെ ഇഷ്ടം. നല്ല മെത്ത. എന്തൊരു തണുപ്പാ. കുളിരുന്നേ. ശരിയാ, നല്ല ബെഡ്ഷീറ്റ് അല്ലേ ചേച്ചി? ഹായ്, നല്ല തലയണം. പിതാന്ന്. ഹായ്. എന്താ കുട്ടന്മാരേത്? ഇനി ഒന്നേ രണ്ടുപേരും പോയി കുളിച്ചേ. ഈ തണുപ്പത്തോ?
ബാത്റൂമില് നല്ല ചൂടുവെള്ളം കിട്ടും, പോയി കുളിക്കേ. ബാ കുളിക്കാം. ചെല്ലേ പിള്ളേ. Excuse me, madam, food. Yes. I want vegetable au gratin, chicken steak on sizzler, American chop suey, chicken saslik, chicken rolls, and spaghetti alla Italiana, and dinner rolls. What about you, Sanju? 1 plate of tapioca, curry of nattoli, 2 broken kandari molagu mixed with salt, rice soup with rasa. മനസ്സിലായില്ലേ? മരച്ചീനി പുഴുങ്ങിയതും നത്തോലിക്കറിയും ചതച്ച 2 കാന്താരി മുളകും രസം ഒഴിച്ച നല്ല ചൂട് കഞ്ഞിവെള്ളവും. എന്താ സഞ്ജു ഇത്? എനിക്ക് ഈ കുന്തങ്ങളുടെ പേരൊന്നും അറിഞ്ഞൂടാ. ആനക്കെടുപ്പത് നീ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ ബാലൻസ് നീ കഴിക്കില്ലെങ്കിലും നിന്റെ ബാലൻസ് ഞാൻ കഴിച്ചോളാം എന്റെ DGPയുടെ മോളെ. ഹണിമൂണാണ്, ചേട്ടനൊന്ന് പുറത്തു പോവോ? അയ്യോ അണ്ണാച്ചി അപ്പടിയേ പോങ്ക പോങ്ക. ഏട്ടാ, ഓ ഞങ്ങളുടെ കുളി കഴിഞ്ഞു. ഏട്ടനും ഏട്ടത്തിയും കുളിച്ചോ? സഞ്ജു, ഒരു കുറവുണ്ട്. അതെന്താ? സഞ്ജുവിന്റെ അച്ഛനെ കൂടെ കൂട്ടായിരുന്നു. അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോടി. സഞ്ജു, നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മതി, ആ ചൂടങ്ങ് മാറി കിട്ടും. തല നല്ലോണം തോർത്തണേ. Food ready? ഹായ്, അയ്യോ, എന്തുമാത്രം സാധനങ്ങളാ! ഇതെന്താ ഏട്ടത്തി? അമേരിക്കൻ ചോപ്പ് സ്വീ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അതങ്ങനെ ആയതുകൊണ്ട്. എനിക്ക് നല്ല വിശപ്പെടുത്തി, ഞാൻ കഴിച്ചോട്ടെ. സഞ്ജു, ഇവർക്ക് വിശക്കുന്നു, കഴിച്ചോട്ടേന്ന്. ആ കൊടുത്തോ. ഞാൻ എടുത്തുതരാം. അയ്യോ, സംഗീത, ഞാൻ എടുത്തു തരില്ലായിരുന്നോ? എന്തിനാ ഇത്ര ഹരി? എന്താ എന്തു പറ്റി? ഞാൻ ഇവർക്ക് സെർവ് ചെയ്യായിരുന്നു. അതിനിടയ്ക്ക് സംഗീത കയറി എടുത്തു, ഒരു ഡിഷ് അങ്ങ് തെറിച്ചു. എന്തിനാ ഇത്ര സ്പീഡ്? സഞ്ജീവൻ ഇവർക്ക് ചൈനീസ് ഫുഡ് ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാ. അയ്യോ, ഡോണ്ട് ഫീൽ ബാഡ്. സംഗീത പോയി ഡ്രസ് വാഷ് ചെയ്യൂ. ചെല്ലടാ, പോയി കഴുകി. അവര് വളർന്നതും ഗീത് വളർന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ തന്നെ ഗീത് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഡോണ്ട് വറി, I'll manage. നിങ്ങൾക്ക് തനിച്ചൊരു മുറി വേണമെന്ന് എന്താ അത്ര വാശി? അതെ അതെ ഏട്ടത്തി. ഒന്നുമില്ല ഏട്ടാ, ഞങ്ങൾ കുറെ നേരം TV കണ്ട്, പിന്നെ വർത്താനം പറഞ്ഞ്, പിന്നെ TV കണ്ട്. കമ്മീഷണർ സാർ കിടന്ന് ഉറങ്ങിക്കോ? അതൊന്നും അല്ല, എന്തോ ഉണ്ട്. പറയടാ കൂട്ടാ. അതെ, ആ കരുതെറ്റിക്കളഞ്ഞ ഞാനല്ല, ഏട്ടത്തിയാ. എന്തിനാണെന്നറിയോ? ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്താക്കാൻ. പോട്ടെ, സാരില്ല. മക്കള് കിടന്ന് ഉറങ്ങിക്കോ. കഥക് നല്ലോണം കുറ്റിയിട്ടേക്കണം. രാവിലെ ഏട്ടം വന്ന് വിളിച്ചിട്ടേ കഥ ഉറക്കാവൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. അതേ, നിങ്ങളെ തനിച്ചാക്കിയിട്ട് അപ്പുറത്ത് പോകുന്നോണ്ട് കുട്ടന്മാർക്ക് വിഷമമൊന്നുമില്ല. ഏയ്, ഞങ്ങൾക്കൊരു വിഷമമില്ല. കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ ഹണിമൂണ് പോവല്ലോ. അപ്പൊ ഏട്ടൻ വിഷമിക്കാതിരുന്നാ മതി. ഏ, കഷ്ടായി. പിള്ളേര് തനിച്ച് അപ്പുറത്തും നമ്മൾ ഇപ്പുറത്തും. അവ വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ? സഞ്ജു അല്ലേ നിർബന്ധിച്ച് ഒപ്പം കൂട്ടിയത്? ഞാനും കൂടി വീട്ടിലില്ലെങ്കിൽ അച്ഛൻ രാവിലെ മുതൽ തുടങ്ങുന്ന സേവ ഓവറായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ഒരു മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ടാ. ഓക്കെ, പക്ഷേ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ടാ ഹണിമൂണ് പോകുന്നത്. വലിയ കമ്മീഷണറായിട്ടും അതറിയില്ലേ? ഇല്ല, ഞാൻ ഹണിമൂൺ ആദ്യമായിട്ടാ. കൗശലക്കാരിയാ. കറി തട്ടിയിട്ടാണെങ്കിലും പിള്ളേരെ പുറത്തേ അടിച്ചല്ലോ. സഞ്ജുവിന് സിസ്റ്റേഴ്സിനോട് ഓവർ അറ്റാച്ച്മെന്റ് അല്ലേ? അതെ, രണ്ടും എന്റെ കണ്ണിലെ കൃഷ്ണമണികളാ. വാട്ട് ഈസ് കൃഷ്ണമണി? ഓ, ദാറ്റ് മച്ച്. എനിക്കും മമ്മിയും ഡാഡിയും ബ്രദറും ഒക്കെ ഉണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട് ഗീതു. നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നക്ഷത്ര ലോകത്ത് ജീവിക്കുന്നവർ. പക്ഷെ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു പുഴയുടെ ആഴമേ ഉള്ളൂ. ഞങ്ങളൊക്കെ ദാ ഇങ്ങ് ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാ. ബന്ധങ്ങളും കെട്ടുപാടുകളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണീരെല്ലാം കൂടെ ഒരു കടലായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു കടലിന്റെ ആഴം ഉണ്ടാവും. അതുകൊണ്ടാവാം ഒരു ഉപ്പുരസം ഫീൽ ചെയ്യുന്നത്. പിന്നെ സിസ്റ്റേഴ്സിന് കൊടുത്തിട്ട് ബാലൻസ് വരുന്നതിൽ ഒരല്പ സ്നേഹം വൈഫിന് നീക്കി വെച്ചാൽ കൊള്ളാം. കൂടുതലൊന്നും വേണ്ട, a drop of love.
അല്പം തലതിരിഞ്ഞതാണെങ്കിലും DGPയുടെ മോളും മിടുക്കിയ. ഈ ചെറിയ വട്ടൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. IPS തനി പഴഞ്ചന, പിന്നെ സിസ്റ്റേഴ്സിനോടുള്ള ഡീപ്പ് ഇൻറ്റിമസി. കുഴപ്പമില്ല, ചെക്കനെ മാറ്റിയെടുക്കാം. നീ എന്നെ കുറിച്ച് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചോ? IPS എന്നെ കുറിച്ച് വല്ലതും വിചാരിച്ചോ? ഇല്ലേ ഇല്ല. എന്താ വിചാരിച്ചെന്ന് എനിക്കറിയാം. നീ വിചാരിച്ചെന്താണെന്ന് എനിക്കും അറിയാം.